നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം ഒന്ന് പറയാം. നമ്മൾ ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പർട്ടിക്കുലർ പോയിൻ്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്, എങ്ങനെയാണ് നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ചാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്നിട്ട് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഡാറ്റ വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളും, ഒപ്പം നമ്മളുടെ ജേണൽ എഴുതേണ്ടതിൻ്റെ ആവശ്യകത, നമ്മൾ സ്ട്രാറ്റജിയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്, അതെന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റിലെ തന്നെ നമ്മൾ നിഫ്റ്റിയുടെ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് കാണാം, നമ്മൾ ഈ വരച്ചേക്കുന്ന ഈ ഒരു സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലായിരുന്നു ഇന്നലെ നിഫ്റ്റി അതിൻ്റെ കംപ്ലീറ്റ് ടൈമും തന്നെ നിന്നത്. അതായത് 85 പോയിൻ്റ് മാത്രമാണ് ഇന്നലെ നിഫ്റ്റി മൂവ് ചെയ്തിരുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ രണ്ട് പർട്ടിക്കുലർ പ്രൈസ് ആക്ഷൻ ലൈനുകൾക്കുള്ളിൽ തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്ന് 72 പോയിൻ്റ് ടോട്ടൽ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഉള്ളത്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സിന് ലോസ് സംഭവിക്കുന്നത്. എന്നാലും ഒരു റിവേഴ്സൽ ട്രേഡർക്ക് ഈ പറയുന്ന രീതിയിലുള്ള മാർക്കറ്റിലും എൻട്രി എടുക്കാനും ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത ട്രെൻഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് നമ്മുടെ ഈ വാച്ച് ലിസ്റ്റിലുള്ള 5 സ്റ്റോക്കുകൾ നമ്മൾ റിവേഴ്സൽ ട്രേഡ് ചെയ്താൽ എന്ത് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഒപ്പം തന്നെ നമുക്ക് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന മാർക്കിങ്ങുകൾ എല്ലാം എപ്പോഴും ശരിയാണോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇന്ന് ലൈവായിട്ടൊന്ന് പരിശോധിച്ച് പോകാൻ പറ്റും. നല്ല കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ നമുക്ക് കാണാൻ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ONGCയിൽ നിന്ന് തുടങ്ങാം. ONGC നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ പോയിൻ്റുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടുന്ന് താഴത്തേക്ക് നല്ലൊരു മൂവ് തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡലിൻ്റെ മുകളിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു, അതുകൊണ്ട് ഒരു മാർക്കിംഗ് ഇവിടെ നടത്തി. താഴത്തേക്ക് പോകുന്നതിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏകദേശം ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നാളെയും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ലൈൻ ഇവിടെ വരയ്ക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മുടെ എൻട്രി ശൈലി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ നോക്കുന്നത് നമ്മളുടെ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾക്ക് നടുവിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് മുകളിലത്തെ റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ എല്ലായ്പ്പോഴും അവിടുന്ന് സെല്ല് ചെയ്യും. ഒപ്പം തന്നെ താഴത്തേക്ക് വന്ന് സപ്പോർട്ടിലാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് ബൈ ചെയ്യും. അപ്പോൾ സപ്പോർട്ടിൽ നമ്മൾ എപ്പോഴും ബൈ ചെയ്യുകയും റെസിസ്റ്റൻസിൽ നമ്മൾ ഓൾമോസ്റ്റ് ടൈം സെല്ല് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു എക്സെപ്ഷണൽ കേസ് നമ്മളുള്ളത്, ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് മധ്യഭാഗത്തായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇത് ഓപ്പൺ ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നത് പോലെ ഈ ഒരു പർട്ടിക്കുലർ ലൈനിനോട് തൊട്ട് ചേർന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ബൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒപ്പം തന്നെ ഇവിടെ നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ബൈയും ചെയ്യൂല, സെല്ലും ചെയ്യൂല. മറിച്ച് നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എവിടെയാണ് ഇല്ലെങ്കിൽ സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കും. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സെല്ല് ചെയ്യും, ഇവിടെ ബൈ ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഈ പറയുന്ന ട്രേഡിംഗ് സ്റ്റൈലിൽ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു? ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ എന്തായാലും ഇവിടുന്ന് സെൽ എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസ് പോകുന്നുണ്ടോ, നമ്മളുടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്, അങ്ങോട്ട് പിന്നെ മാർക്കറ്റ് അവിടെ വരെ എത്തിയിട്ടില്ല. സോ ദാറ്റ് മാർക്കറ്റ് പിന്നെ നമുക്ക് അനുകൂലമായി മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 1:1 പ്രോഫിറ്റിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 1:2 കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെയെങ്കിലും ഇന്ന് വരണം. അപ്പോൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിനുള്ളിൽ അതങ്ങോട്ട് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം നിങ്ങളൊന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യുക, ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ. അങ്ങനെ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് 1:2 റിസ്ക് റിവാർഡ് കിട്ടും. അപ്പോൾ ഒരു ട്രേഡ് നിലവിൽ ഇപ്പോൾ പോസിറ്റീവിലാണ് ഉള്ളത്. നെക്സ്റ്റ് സ്റ്റോക്ക് വിപ്രോ.
വിപ്രോ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ ലൈനുകൾ വരയ്ക്കുന്നതിനകത്ത് ചെറിയ ചെറിയ എററൊക്കെ സംഭവിക്കാം, കാരണം നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ, മാർക്കറ്റ് ധാരാളം വാച്ച് ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വരുത്തുന്ന പല നമ്മളുടെ മിസ്റ്റേക്കുകളും ഇൻ ഫ്യൂച്ചർ ഒഴിവായി പോകുന്നുണ്ടാകും. അത് ത്രൂ എക്സ്പീരിയൻസ് വരേണ്ടതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് 269.50 റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കാണാം ഇന്നലത്തെ ഈ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിലോട് കൂടിയാണ്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ഈ കാണുന്നൊരു ഇൻഡിസിഷൻ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ആ മൂവ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ലോ എന്ന് പറയുന്നത് 269.30 നമുക്കിന്ന് കാണാം. ഇന്നത്തെ ഈ സ്റ്റോക്കിൻ്റെ ഹൈ എന്ന് പറയുന്നത് 269.35. സോ ദാറ്റ് നമ്മൾ ഇവിടെ ആയിരുന്നില്ല ഇത് മാർക്ക് ചെയ്യേണ്ടത്, ആ ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്ത് തന്നെ മാർക്ക് ചെയ്തിരുന്നു എങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 30. ഇത് വന്നിവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിവിടുന്ന് എൻട്രി ഉറപ്പായും കിട്ടുമായിരുന്നു. പിന്നെ താഴത്തെ എൻട്രി കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ പിന്നീട് ഇത് സ്റ്റോപ്പ് ലോസിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല, മറിച്ച് ഇപ്പോൾ നിലവിലത് നിൽക്കുന്നത് 1:1 റിസ്ക് റിവാർഡ് കവർ ചെയ്ത് നിൽക്കുവാണ്. 1:2 കിട്ടണമെങ്കിൽ അത് ഇത്രയും മാർക്കറ്റ് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ഈവനിങ്ങിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കുക, ഇതിനകത്തും പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് കിട്ടാൻ ഇപ്പോൾ വളരെയധികം സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ആക്ച്വലി കിട്ടുകയാണെങ്കിൽ 2 ട്രേഡ് നമുക്ക് പോസിറ്റീവിൽ കിട്ടും. ഇനി പവർ ഗ്രിഡ്. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് വന്നിരുന്നു, അതുകൊണ്ട് നമ്മൾ ലൈവ് ട്രേഡ് എന്ന് ചെയ്തിരുന്നു. അത് ഇതിലാണെങ്കിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടാവില്ല, താഴത്ത് വന്ന് ബയ്യേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ലോസ് ഇന്ന് കിട്ടാനുള്ള സാധ്യതയായിരിക്കും ഒരു പക്ഷേ കൂടുതൽ. എനിവേ, നെക്സ്റ്റ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പവർ ഗ്രിഡ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഈ പ്രൈസ് ആക്ഷൻ ലൈനിനോട് തൊട്ട് ചേർന്നിട്ടാണ്. സോ ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി വെച്ചിട്ട് നമ്മളവിടെ എൻട്രി എടുക്കുന്നുണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇവിടെയാണ്, അവിടെ വരെ അത് വന്ന് ടച്ച് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ എൻട്രി എടുക്കുന്നുണ്ടാവില്ല, ഇവിടെ നമ്മൾ സെല്ലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് സ്റ്റോപ്പ് ലോസ് ആണോ എന്ന് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ടാവും. ഇനി എൻ ടി പി സി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്തു, താഴത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിപ്പോയി. പക്ഷേ ഇവിടെയും നമുക്ക് അതേ ഒരു കുഴപ്പമുണ്ട്, ഇത് തൊട്ട് ചേർന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് നമ്മളിവിടെ എൻട്രി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് സെല്ല് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ പിന്നെ അവിടുന്ന് സെല്ല് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസിൻ്റെ സൈഡിലേക്ക് പിന്നീട് പോയിട്ടില്ല, മറിച്ച് ഇതിപ്പോൾ നിൽക്കുന്നത് നിയർലി 1:1 അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് താഴത്തേക്ക് ഇവിടെ വരെ ഈ ഒരു സപ്പോർട്ട് വരെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം 1:2 റിസ്ക് റിവാർഡ് അതിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ 3 നമ്മളിപ്പോൾ കണ്ടതിൽ നമ്മൾ എൻട്രി എടുത്താൽ നമ്മൾ പോസിറ്റീവിൽ നിൽക്കും, ഒരെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതാണ് നിലവിൽ നെറ്റ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ ഇന്ന് എൻട്രി എടുത്തിരുന്നത് BPCLലാണ്. നമുക്ക് ലോസാണ് സംഭവിച്ചിരുന്നതെങ്കിലും ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിന് ഒരു എറർ അവിടെ സംഭവിച്ചിട്ടില്ല. അതൊന്ന് നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഏകദേശം 9:10 നമ്മളെടുത്ത സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നലത്തെ ദിവസത്തെ പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നത് 349 അപ്പോൾ 349 നമ്മൾ ഓർഡർ ഇടാൻ വേണ്ടി ഡയലോഗ് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചു. ഏകദേശം ആ സമയമായപ്പോൾ കുറച്ചൊരു അത്യാവശ്യം നമുക്ക് സ്ക്രീനിന് മുന്നിൽ നിന്ന് ഒന്ന് ജസ്റ്റ് മാറേണ്ടി വന്നു. ആ മാറി തിരിച്ചു വന്നപ്പോൾ നമുക്ക് കാണുന്ന അവസ്ഥ ഇതാണ്. മാർക്കറ്റ് ഇവിടെ കൃത്യമായി ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഏതാണ്ട് ഈ ഒരു ഇപ്പോൾ നമ്മൾ ഓർഡർ ഇട്ടിരുന്ന 349.5 ഓർഡർ ഇടേണ്ടിയിരുന്നത്. അപ്പോൾ ഡയലോഗ് ബോക്സ് എടുത്ത് വെച്ചു. മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഓർഡർ ഇടാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഓർഡർ ഇട്ടാൽ അത് റിജക്റ്റായി പോകും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 9:15 ഓപ്പൺ ആവട്ടെ, അപ്പോഴത്തേക്കും ഓർഡർ ഇടാമെന്ന് റെഡിയാക്കി വെച്ചു. ജസ്റ്റ് ഒന്ന് മാറേണ്ടി വന്നു. മാറി തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം 349, 20, 30 ആ ഒരു പൈസയുടെ റേഞ്ചിൽ പ്രൈസ് ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
നമ്മളപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കി വെച്ച ഡയലോഗ് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ഈ ഓർഡർ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. പക്ഷേ വന്ന് ടച്ച് ചെയ്തിട്ട് പോയിട്ട് പിന്നെ മാർക്കറ്റ് തിരിച്ച് അങ്ങോട്ട് വന്നില്ല. നമ്മൾ പിന്നെ മുകളിലും ഒരു 150 ക്വാണ്ടിറ്റി സെൽ ഓർഡറും കൂടെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഓർഡർ ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തേക്കുന്നത് 9/18 അതിനുശേഷം പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു 4ാമത്തെ ക്യാൻഡിൽ വന്നിട്ട് നമ്മുടെ മുകളിലത്തെ ഓർഡർ ട്രിഗറായി. അങ്ങനെ നമുക്കവിടെ എൻട്രി കിട്ടി. അപ്പോൾ താഴത്തെ ഓർഡർ നമ്മളിട്ടത് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതിനുശേഷം നമ്മളത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ ഇന്നലത്തെ വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എൻട്രി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എൻട്രി കിട്ടുന്നത് വരെയുള്ള അവസ്ഥ. അതിന് ശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം BPCLൽ പിന്നീട് സംഭവിച്ചത് ഇതാണ്. നമ്മളിവിടെ വെച്ച് എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് പുൾ ഡൗൺ വന്നു. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ഈ ഒരു നീല ഡോട്ടഡ് ലൈൻ നിങ്ങൾ കാണുന്നത് 351.25 ഇത് നമ്മളുടെ 1:1 എന്ന് പറയുന്ന ലെവലാണ്. അപ്പോൾ 1:2 ഏകദേശം താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ 1:1 എത്തിയാൽ ഇന്ന് എക്സിറ്റ് ചെയ്യാമെന്നൊരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹിറ്റ് അതിപ്പോൾ മുകളിലാകാം താഴത്താകാം, അതിൽ നമ്മൾ എൻട്രി എടുത്തോണം. അതിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എൻട്രി എടുക്കാതിരിക്കുന്നതാണ് ഒരുപക്ഷെ നല്ലതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എൻട്രി എടുക്കാതിരുന്നാലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും പോട്ടെ 1:1 വേണ്ടി ട്രൈ ചെയ്യാമെന്ന് കരുതി ഇവിടുന്ന് എൻട്രി എടുക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമ്മൾ പറയുവാണ്, നമ്മൾ റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ആ റൂള് വയലേറ്റ് ചെയ്യാതിരിക്കുക. കാരണം ആ റൂള് വയലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നഷ്ടം വരാൻ സാധ്യത. ഇപ്പോൾ ഇവിടുന്ന് ഇത് മിസ്സായി പോയി എങ്കിൽ ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതാക്കാം. ട്രേഡ് എടുക്കാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ഇന്ന് എടുക്കാതിരുന്നെങ്കിൽ ആക്ച്വലി നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്, അതായത് 277 രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് തുല്യമാകുമായിരുന്നു എന്നത് ട്രേഡ് എടുക്കാതിരുന്നാൽ. സോ ദാറ്റ് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് മൂവ് അത് കിട്ടുന്നില്ല എങ്കിൽ, ഫസ്റ്റ് ടച്ച് ഇതാണ്, അത് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അന്ന് ട്രേഡ് എടുക്കാതിരിക്കുക. കാരണം നഷ്ടം വരാനാണ് പിന്നെ കൂടുതൽ സാധ്യത. ഈ ഒരു ട്രേഡ് പോലും ഇപ്പോൾ ഫസ്റ്റ് ടച്ച് താഴത്തേക്ക് കിട്ടുമ്പോൾ ഇവിടെ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം 50-50 ചാൻസേ ഉള്ളൂ. മാർക്കറ്റ് എങ്ങോട്ട് പോകും അടുത്ത നിമിഷം എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. സോ ദാറ്റ് ഇവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആ 50% ചാൻസ് ആക്ച്വലി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് എടുത്താലോ എന്ന് പ്ലാൻ ചെയ്തിരുന്നത് പോലും. അപ്പോൾ 1:1 എക്സിറ്റ് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എങ്കിലും അങ്ങോട്ട് പോലും മാർക്കറ്റ് വന്നില്ല. സോ ദാറ്റ് പിന്നീട് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡേ ലോ ടു ഡേ ഹൈ 2.36% മൂവ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാലത്തെ ഇവിടെ കൃത്യമായി എൻട്രി എടുത്തിരുന്നു എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരെ നമുക്ക് 1:4 റിസ്ക് റിവാർഡ് കിട്ടുന്ന നല്ലൊരു ട്രേഡ് അവിടെ കിട്ടുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ചെറിയ ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്കത് മിസ്സായി. മാനസികമായി നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആസ് പെർ ദ റൂളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് പറഞ്ഞിരുന്നു ഇതുപോലെ ഫസ്റ്റ് ടച്ച് മിസ്സായാൽ പിന്നെ സെക്കൻഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കണ്ടെന്ന്. അപ്പോൾ അത് ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേയും കൂടെ ആയപ്പോൾ നമുക്ക് മനസ്സിലായി ശരിയാണ്, അത് പിന്നീട് നമുക്ക് ഈ പറയുന്ന പോലെ 50% സാധ്യത, ഒരു വിൻ കിട്ടാനുള്ള സാധ്യത സെക്കൻഡ് എൻട്രിയിൽ നമുക്ക് കുറവാണ്. സോ ദാറ്റ് അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭകരം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇതും കൂടെ നമ്മുടെ റൂളിനോടുകൂടി ആഡ് ചെയ്യും. അതായത് ഫസ്റ്റ് ഏത് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആണോ ഹിറ്റ് ചെയ്യുന്ന അവിടെ നിന്നുള്ള എൻട്രി മാത്രം എടുക്കുക. നെക്സ്റ്റ് വരുന്ന എൻട്രി സെക്കൻഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് വരുന്നത് കുറച്ചും കൂടെ കുറയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോസ് എഴുതപ്പെടേണ്ട കാര്യം നമുക്ക് വരില്ലായിരുന്നു. ഇനി നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മാസത്തിൽ നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 6 ദിവസം ട്രേഡ് ചെയ്തു. ഈ 6 ദിവസത്തിൽ ഇന്നും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 2 ദിവസത്തെ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും 33% വിൻ റേഷ്യോ ഉള്ളൂ. നമ്മൾ സ്റ്റിൽ ലോസിലല്ല. അപ്പോൾ ബ്രേക്ക് ഈവനിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇനി ഇതുവരെ ഈ വർഷത്തിൽ നമ്മൾ 53 ദിവസം ടോട്ടൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. 30 ദിവസവും ലോസ് ആയിരുന്നു.
അതായത് 43% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, 23 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ വർഷം നെറ്റ് 16% പ്രോഫിറ്റിലുണ്ട്. അപ്പോൾ ഈ മാസം ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡേയ്സ് ധാരാളം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഈ റൂളും നമ്മുടെ ഡിസിപ്ലിനും നമ്മൾ കൈവിടാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു റേറ്റ് ഓഫ് റിട്ടേൺ പ്രോഫിറ്റ് ഈ മാസവും ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് സാധിക്കേണ്ടതാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റ് കൂട്ടിച്ചേർക്കാൻ പറ്റേണ്ട ദിവസമായിരുന്നു. അതിപ്പോൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയല്ലോ ചാർട്ടിൽ. ടൈമിംഗ് ഇഷ്യൂ. ഇപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്, ഓർപ്പിച്ച് ബോളാണ്. ടൈമിംഗ് കറക്റ്റായില്ലെങ്കിൽ എന്തായാലും നമ്മുടെ കുറ്റി തെറിക്കും, നമുക്കറിയാം. കറക്റ്റ് ലൈനിൽ എന്തുള്ള ബോളാണ്, പണി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഓരോ പൈസയ്ക്കും പ്രാധാന്യമുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. 5 പൈസയുടെ വ്യത്യാസത്തിൽ നമുക്ക് എൻട്രി കിട്ടാതിരുന്നപ്പോൾ നമ്മൾ ആ റൗണ്ട് ഫിഗറിലേക്ക് എൻട്രി ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളിവിടെയൊക്കെ ഈ പറയുന്ന പോലെ 349 ആ കൃത്യം റൗണ്ട് ഫിഗറിൽ എൻട്രി എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മൾ അത് കൃത്യത ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി നമ്മുടെ റൂൾ ബുക്കിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ട ഒരു കാര്യമുണ്ട്. അത് ജേണൽ എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. കാരണം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ ജേണൽ എഴുതിയേ മതിയാകൂ. ഇവിടെ ഏതാനും 2.5 കൊല്ലത്തോളം നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ജേണൽ എഴുതാതിരുന്നതിൻ്റെ പ്രശ്നം, ജേണൽ എഴുതി തുടങ്ങി ഏതാനും ആഴ്ചകൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായി അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആരൊക്കെ പറഞ്ഞു തന്നാലും നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. കാരണം ഞാനും ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു, പലരും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളത് ചെയ്തു നോക്കുന്നില്ലായിരുന്നു. ഒരു തവണ അത് ചെയ്തു നോക്കിയാൽ മാത്രമേ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് പ്രോഫിറ്റ് കിട്ടിയ പല ദിവസങ്ങൾ ഇവിടെ നമ്മളൊന്ന് ഗ്രീൻ ഇട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മുടെ എൻട്രി ഏത് സമയത്തായിരുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്കൊരു വാല്യുവേഷനും കൂടെ ഒന്ന് നടത്താം. അതും കൂടെ നടത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഫസ്റ്റ് ടച്ച് എത്ര എൻട്രീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ എൻട്രികളിൽ ടോട്ടൽ പ്രോഫിറ്റിൽ എത്ര പ്രോഫിറ്റ് വന്നേക്കുന്നത് ഫസ്റ്റ് ടച്ചിൽ നിന്നാണെന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടോട്ടൽ 12 പ്രോഫിറ്റ് ഡേയ്സിൽ ഈ കാണുന്ന 7 ദിവസവും നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള 7 ദിവസങ്ങളിലും നമുക്ക് ഫസ്റ്റ് ടച്ചിൽ നിന്നിട്ടാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ ഈ ഒരു 11:45 അന്ന് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടില്ല. അതേപോലെ ഇവിടെ 162 ഒരു പ്രോഫിറ്റ്, അത് 1:2 റിസ്ക് റിവാർഡ് കിട്ടാത്തതാണ്. അത് ഫസ്റ്റ് ടച്ച് ആണ്, പക്ഷേ അവിടെ കിട്ടിയിട്ടില്ല. ഇനി 240 നോക്കി കഴിഞ്ഞാൽ 9:33 അപ്പോൾ 9.5 കഴിഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് ടച്ച് ആയിരിക്കാൻ സാധ്യതയില്ല. നമ്മൾ ഈ പറയുന്ന പോലെ സെക്കൻഡ് എൻട്രി എടുത്തതായിരിക്കും. അവിടെ 1:2 കിട്ടിയിട്ടില്ല. ഇനി ഇവിടെ 100, ഇവിടെ നോക്കി കഴിഞ്ഞാൽ 9:21, അത് ഫസ്റ്റ് ടച്ചാണ്. അപ്പോൾ ONGCക്കകത്ത് നമുക്ക് എൻട്രി കിട്ടാതിരുന്ന സംഭവങ്ങളാണ്, മൊമെൻറ്റം ഇല്ലാതിരുന്ന പീരീഡിലാണത്. അപ്പോൾ എനിവേ നമ്മൾ ഇപ്പോൾ കണ്ടേക്കുന്ന ഒരു കാഴ്ച, ഇപ്പോൾ മൊത്തം ട്രേഡ് നമ്മൾ ആ രീതിയിൽ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അത് എടുത്ത് വെക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഏത് ക്യാൻഡിലായിരുന്നു, ടൈം മാറ്റിയിട്ട് ഏത് ക്യാൻഡിലാണെന്ന് അടുത്ത ദിവസം തൊട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ആ ഒരു ടച്ച് വരുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഓർഡർ ബൈ എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇരിപ്പുണ്ടാവും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വോളിയം പ്രൊഫൈൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഇന്നത്തെ മാത്രം വോളിയം പ്രൊഫൈലായിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 38,000 ബയേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ഓർഡറാണ് കേട്ടോ. മാർക്കറ്റ് ഓർഡർ ബൈയിങ് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഓർഡർ സെല്ലിങ് ഒന്നുപോലും നടന്നിട്ടില്ല, 0 അപ്പോൾ അത്ര വ്യത്യാസം ഇത്രയും ഏരിയയിലേക്ക് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓർഡർ സെല്ല് നടന്നേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് തന്നെ 251.55 ഇവിടെ മാർക്കറ്റ് ഓർഡർ സെല്ലിങ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഏരിയയിലൊന്നും മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് ഇല്ല, അതായത് അഗ്രസീവ് സെല്ലേഴ്സ് ഇല്ല. അഗ്രസീവ് സെല്ലർ ഇല്ലെങ്കിൽ അഗ്രസീവ് ബയർ എന്ന് പറഞ്ഞാൽ അവർ മാർക്കറ്റ് ഓർഡറിലായിരിക്കും. അവർക്ക് പ്രൈസ് നോക്കിയിട്ട് അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ അവർ
ലിമിറ്റ് ഇടത്തില്ല, ഹ്യൂജ് ഓർഡർ ആയിരിക്കും അവർ ഇടുന്നത്. കാരണം ലിമിറ്റ് പ്രൈസ് ഇട്ടാൽ അവരുടെ ഓർഡർ ഫില്ലാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ഓർഡർ ഫില്ലാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ മാർക്കറ്റ് ഓർഡർ എടുക്കും. മാർക്കറ്റ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അഗ്രസീവ് ബൈയിങ് അല്ലെങ്കിൽ ഹ്യൂജ് വോളിയം ബൈയിങ് ആണ് മാർക്കറ്റ് ഓർഡർ അവർ ചെയ്യുന്നതെങ്കിൽ പ്രൈസ് നമുക്കറിയാം മുകളിലേക്ക് കയറിപ്പോവും. നേരെ മറിച്ച് ഹ്യൂജ് വോളിയം മാർക്കറ്റ് ഓർഡർ സെല്ലിംഗ് സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം പ്രൈസ് താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇവിടെയൊക്കെ സെല്ലേഴ്സ് ഇല്ല, മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് അവിടെയൊന്നും ഇല്ല. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇന്നലത്തെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെയും ഇന്നും കൂടെ നോക്കിയാൽ മൊത്തത്തിൽ 1.2 മില്യൺ മാർക്കറ്റ് ഓർഡർ ബയേഴ്സ് ഈ പ്രൈസിലുണ്ട്. പക്ഷേ സെല്ലേഴ്സ് 618 ഉള്ളൂ. അതായത് പകുതിയിൽ താഴെ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് ഉള്ളൂ. അത് ഇന്നലത്തെയും കൂടെ കൂട്ടിയിട്ടാണ്. ഇന്ന് വരുമ്പോൾ അത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓർഡർ ബൈയിങ് കൂടുതൽ വന്നേക്കുന്നത് ഇവിടെയാണ്. ഇനി മാർക്കറ്റ് ഓർഡർ സെല്ലിങ് എവിടെയാണ് കൂടുതൽ വന്നേക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഏരിയയിൽ സെല്ലിങ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കാം. ഇവിടെ പോയി കഴിഞ്ഞാൽ 191 ബയേഴ്സും 272 സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ പോലെ തന്നെ ഇവിടെ പ്രൈസ് ആക്ഷൻ പോയിന്റ് കണ്ടെത്തി ഇവിടുന്ന് സെല്ല് ചെയ്ത മാർക്കറ്റ് ഓർഡർ സെല്ല് ചെയ്യാനിരുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ലിമിറ്റ് ഓർഡർ ഇടുന്നത് കാരണം നമ്മുടെ ക്വാണ്ടിറ്റി വലുതല്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ നോക്കിയാലും ഇവിടെയും ഒക്കെ മാർക്കറ്റ് ഓർഡർ സെല്ലേഴ്സ് ഇന്ന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അതർവൈസ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിലൊന്നേ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തതാണ് നമ്മൾ എടുത്തത് എന്നതാണ് നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക്. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളിവിടെ തിരിച്ചറിയുവാണ്. അപ്പോൾ ഇന്നത്തെ മാത്രമായിട്ടുള്ള ആ ഒരു വോളിയം പ്രൊഫൈലാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. അതിനകത്ത് നമുക്ക് കാണാം സെല്ലേഴ്സ് ഇതാ ഇവിടെ 194-നെതിരെ 314 സെല്ലേഴ്സ് ഉണ്ട്. ഇനി 261-നെതിരെ 309 സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ സെല്ലിംഗ് സൈഡ് ഇവിടെ കൂടുതൽ നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന പോലെ ഓരോ ദിവസവും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയോ ഇപ്പോഴും സ്റ്റിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഏകദേശം ഒരു 400 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ വർഷത്തിൽ 53 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷം ഏകദേശം 200 ദിവസം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 200 പ്ലസ് ഇപ്പോൾ ഈ വർഷത്തിൽ നടക്കുന്ന ഒരു 200 കൂടെ, അങ്ങനെ ഒരു 400 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം ഇല്ല 2.5 വർഷം നമ്മൾ ജേണൽ എഴുതാതെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് പോലെയല്ല. നമ്മൾ ജേണൽ എഴുതാതെ ട്രേഡ് ചെയ്യുമ്പോൾ, സപ്പോസ് ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നെന്ന് കരുതുക, നമ്മൾ ജേണലൊന്നും എഴുതൂല, തുടക്കക്കാരനായ ഒരു ട്രേഡർ ആയിരുന്നു നമ്മളെങ്കിൽ നമ്മുടെ റൂൾസൊക്കെ ഉണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. എന്നിരുന്നാലും ഇവിടുന്ന് എൻട്രി എടുത്തു നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മാനസികമായി അതിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ ട്രേഡ് എടുക്കും, മൂന്നാമത്തെ ട്രേഡ് എടുക്കും. ഇപ്പോൾ കൂടുതൽ ട്രേഡ് എടുക്കും തോറും നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടും. കാരണം ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്തു, ഇനി ഇത് മുകളിൽ പോയിട്ട് ഇവിടെ എവിടെന്നെങ്കിലും നമ്മൾ വീണ്ടും സെല്ലായിരിക്കും ചെയ്യാൻ സാധ്യത. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ എന്തായാലും തെറ്റുന്നുണ്ടാവും, വീണ്ടും വീണ്ടും ലോസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇമോഷൻ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ജേണൽ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇമോഷണൽ കൺട്രോളൊക്കെ നമുക്ക് ഒത്തിരി കിട്ടും. ഇവിടെ നമുക്ക് വേണ്ടത് ലിമിറ്റഡ് എൻട്രീസ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു എൻട്രി എടുത്താൽ മതി എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് ലോസ് വരുന്നു? അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടു, ഇന്ന് നമ്മൾ ആ കൃത്യമായ എൻട്രി എടുക്കാഞ്ഞത് കൊണ്ടാണ് ലോസ് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാരണങ്ങൾ അറിയാം. അങ്ങനെ അറിയുന്നത് കൊണ്ട്, ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നതുകൊണ്ട്, അതിൻ്റെ കാരണം വ്യക്തമായി ബോധ്യപ്പെടുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ലോസ് സംഭവിച്ചെങ്കിൽ പോലും മനസ്സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇമോഷണലായി കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കത്തില്ല, മറിച്ച് നമ്മൾ തോന്നിയത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ഇമോഷണലി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, നെറ്റ് എഫക്റ്റ് നഷ്ടമായിരിക്കും. അപ്പോൾ ഈ ജേണൽ എഴുതുന്നതിന് അത്രമാത്രം പ്രാധാന്യം നമുക്കുണ്ട്. നമ്മളിത് എഴുതിയില്ലായിരുന്നു എങ്കിൽ നമ്മളിപ്പോഴും ഒരുപക്ഷെ ലോസ് മേക്കിംഗ് ട്രേഡറായിട്ട് കണ്ടിന്യൂ ചെയ്തേനെ. സോ ദാറ്റ് നമുക്ക് ഇനി വരുന്ന കാലത്ത് തീർച്ചയായിട്ടും വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ജേണൽ എഴുതി തുടങ്ങുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിന്നീട്, അതായത് ജേണൽ എഴുതാതെ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോയിരുന്ന, ഇല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലാക്കാൻ കഴിയാതെ പോയിരുന്ന കുറച്ചധിക കാര്യങ്ങൾ ജേണൽ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വയം വിശകലനം ചെയ്യാനും അത് തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കും. ഈ തിരിച്ചറിവുകളാണ് നമ്മളെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്.
ഇന്നിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇത് ഡെപ്താണ് BPCLൻ്റെ മാർക്കറ്റ് ഡെപ്തിൽ ഇതാ 357 ഹ്യൂജ് ഓർഡറാണ് കിടക്കുന്നത്. സോ ദാറ്റ് അവിടെ പോയി ഇതിന്ന് ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇപ്പോൾ ഡേ ഹൈ 356.90 അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആ റെസിസ്റ്റൻസിൽ കുറച്ച് നേരം നിന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ ഹ്യൂജ് ഓർഡർ സെല്ലിങ് സൈഡ് കാണാനുണ്ടായിരുന്നു. എന്നാൽ ബൈയിങ് സൈഡ് അപ്പോഴും ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെ വലിയ ഓർഡറൊന്നുമില്ല. ഒരു 10,000-ഓ 20,000-ഓ ഇവിടെ കാണുന്ന പോലെ 10,000 20,000 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് സൈഡിലാണ് ഹ്യൂജ് ഓർഡർ ഉള്ളത് ലിമിറ്റായി മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് ഓർഡർ ഇടാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ലിമിറ്റ് ഹ്യൂജ് ഓർഡർ കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എവിടെയാണോ ലിക്വിഡിറ്റി കൂടുതലുള്ളത് മാർക്കറ്റ് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഈ പ്രക്രിയ നമ്മൾ വരും ദിവസങ്ങളിലും തുടർന്നു കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മാത്രം ഇതൊരു പ്രാക്ടീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് മാത്രമേ എടുക്കുന്നുണ്ടാവുകയുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുത്തേണ്ടത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 400 ദിവസത്തെ ടോട്ടൽ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ വരുന്ന അടുത്ത 200 ദിവസം അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ഹയർ റിസ്ക് റിവാർഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. നമ്മുടെ ട്രേഡ് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്പെടുമെന്നാണ് നമ്മളുടെ ഒരു തോന്നൽ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, നമ്മൾ തിയറി പാർട്ടൊന്നും അധികം പറയുന്നുണ്ടാവില്ല, ലൈവായിട്ട് ട്രേഡ് കണ്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളവർക്ക്, ത്രൂ പ്രാക്ടീസ് വേണ്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.